കേരള മനുഷ്യ മനസാക്ഷിയുടെ 99% ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ രാജിയാണ്. കേരളം ഇത് പുറത്തു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതിനൊട്ടനവധി കാരണങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇതാണ്. അതായത് കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ ഒരു യുവാവ് ഭാര്യയെ വെട്ടിക്കൊന്നു. 2 മാസങ്ങൾക്ക് അപ്പുറം ഇതേ പ്രദേശത്ത് ക്യാൻസർ ബാധിതയായ ഒരു ഉമ്മയെ കൊലപ്പെടുത്തിയ ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ മാതാവിനെ കൊന്ന ആഷിഖ് എന്ന ചെകുത്താനും ഇന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ യാസിർ എന്ന ചെകുത്താനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രാസലഹരിക്കടിമകളാണ് ഈ 2 ചെകുത്താന്മാരും. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. താമരശ്ശേരിയിലെ അടിവാരം സ്വദേശി സുബൈദയെ മകൻ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ വലിയ നടുക്കത്തിലാണ് ഇന്നും ആ നാട് നിൽക്കുന്നത്. പണം നൽകാത്തതിനുള്ള പ്രകോപനമാണ് പെറ്റമ്മയെ കൊന്നു തള്ളുന്നതിന് അവരെ പ്രേരിപ്പിച്ചത്. ആ കൊലപാതകത്തിന് കാരണം അത് തന്നെ പോലീസ് പറഞ്ഞിരുന്നു. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഇവിടെ നടപ്പാക്കിയതെന്നായിരുന്നു പ്രതി ആഷിഖ് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത്. 2 ദിവസം ആഷിഖ് വീട്ടിലെത്താതിരുന്നതോടെ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ച ഒരമ്മയോട് തനിക്ക് പണം വേണമെന്നായിരുന്നു ആഷിഖിന്റെ അന്നത്തെ മറുപടി. പണം കിട്ടാതെ വന്നപ്പോൾ പെറ്റമ്മയാണെന്ന കാര്യം ആ ചെകുത്താൻ മറന്നു. പിന്നീടുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിഷ്ഠൂരമായ കൊലപാതകം അവിടെ അരങ്ങേറിയത്. ആഷിഖിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് വിവാഹബന്ധം വേർപ്പെടുത്തി പിരിഞ്ഞു പോയതാണ്. പിന്നീട് കൂലിപ്പണിക്ക് പോയാണ് ആ പാവം സുബൈദ എന്ന സ്ത്രീ മകനെ വളർത്തി വലുതാക്കിയത്. ലഹരി ഉപയോഗിച്ച് നേരത്തെയും ആഷിഖ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ബ്രെയിൻ ട്യൂമർ ബാധിച്ചതോടെ അടിവാരത്തെ സ്വന്തം വീട്ടിൽ നിന്നും അവർ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറി. അവിടെയും ആഷിഖ് എന്ന യുവാവ് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതോടെ പുതുപ്പാടിയിൽ താമസിക്കുന്ന സഹോദരിക്കടുത്തേക്ക് മാറി. മകനോടൊപ്പം അപ്പോഴും എനിക്ക് താമസിക്കണമെന്നുള്ള അവരുടെ മനസ്സിലെ അതിയായ ഒരാഗ്രഹമുണ്ടായിരുന്നു ആ ഉമ്മയ്ക്ക്. ആ താമസിക്കാനുള്ള ആഗ്രഹമാണ് പിന്നീട് അവരുടെ കൊലപാതകം വരെ എത്തിയത് എന്ന് നമ്മൾ കണ്ടു. അതിന് സമാനമാണ് ഇപ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിൽ തന്നെ ഈങ്ങാപ്പുഴ കക്കാട് കുടുംബ വഴക്കിനെ തുടർന്ന് യാസീർ എന്നവൻ ഇന്നലെ രാത്രി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭാര്യ മാതാവിനെയും ഭാര്യയുടെ പിതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മയക്കുമരുന്ന് ലഹരിയാണ് ആക്രമണം എന്നാണ് പറയുന്നത്. യാസീർ ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു. പക്ഷെ അപ്പോഴും കൊലപാതകം നടത്തുമ്പോൾ യാസീർ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന ക്ലീൻ ചിറ്റ് അല്ലെങ്കിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് കേരളത്തിന്റെ പോലീസ്. പിന്നീടുള്ള പരിശോധനയിൽ ഈ യുവാവ് ലഹരിക്ക് അടിമയാണെന്നും ലഹരി ഉപയോഗിച്ചു എന്നും തെളിഞ്ഞു വന്നു. അപ്പോഴും പോലീസ് പറഞ്ഞ വാക്കുകൾ ലഹരി മാഫിയയെയും ലഹരി ഉപയോഗിക്കുന്നവരെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണെന്ന് തെളിഞ്ഞു വന്നിരിക്കുന്നു. വെട്ടേറ്റ യാസിറിന്റെ ഭാര്യ ഷിബില കൊല്ലപ്പെട്ട് കിടന്നത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഈ ലോകത്തെ കാണിച്ചു. ഷിബിലയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആർക്കും രക്ഷിക്കാനായില്ല. അവരുടെ പിതാവ് അബ്ദുൾ റഹിമാൻ, മാതാവ് ഹസീന എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു. പിതാവിന്റെ നില അല്പം ഗുരുതരമാണെന്ന വാർത്തകൾ വരികയാണ്. ഈ 2 പേരും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ. യാസീറിനെതിരെ നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് ആ പരാതി ഒരു കണ്ടഭാവം പോലും നടിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്നത്. നമുക്കറിയാം ഈ 2 കേസിലും ഇത് തന്നെയാണ് പോലീസിന്റെ പരിപാടി. വെറും പോലീസിന്റെ അല്ല, പിണറായി വിജയന്റെ പോലീസ് എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കാര്യശേഷിയുണ്ടായിരുന്ന പോലീസാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അതില്ല എന്ന് മാത്രമല്ല, ലഹരി കടത്തുകാരെയും അത് ഉപയോഗിക്കുന്നവരെയും കൈകൂപ്പി നടക്കുകയാണ് പിണറായിയുടെ പോലീസ്. കേരള പോലീസ് എന്ന് പറയാൻ കഴിയില്ല, പിണറായിയുടെ പോലീസ്. ആ പോലീസ് ഉമ്മയെ കൊന്നവനെ കൈകാര്യം ചെയ്തില്ല എന്നതാണ് അവന്റെ സുഹൃത്ത് ഭാര്യയെ കൊല്ലാൻ ധൈര്യം കാണിച്ചത്. ഉമ്മയെ കൊന്നവൻ ലഹരി ഉപയോഗിച്ചാണ് എന്ന് തെളിഞ്ഞിട്ടും അവനെ പിടിച്ചുമ്മ കൊടുത്തതല്ലാതെ അവന്റെ സുഹൃത്തുക്കളെയോ അവന് ലഹരി എത്തിക്കുന്നവരെയോ പിടികൂടാനോ രാസലഹരി കണ്ടെത്താനോ പോലീസും എക്സൈസും ശ്രമിച്ചിട്ടില്ല. അതിന്റെ ഉത്തരമാണ് ഷിബില എന്നൊരു ഭാര്യയുടെ ദാരുണമായ കൊലപാതകത്തിലേക്ക് എത്തിയത്. ഇവിടെ മാറേണ്ടത് ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയനാണ്. അമ്മയെ കൊന്നവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ജീവനുണ്ടെങ്കിൽ അവന്റെ സുഹൃത്ത് ഭാര്യയെ കൊല്ലാൻ തയ്യാറാകുമായിരുന്നില്ല. അപ്പോൾ എല്ലാത്തിനും സഹായം ചെയ്യുന്ന പോലീസ് സംവിധാനവും അതിൻ്റെ മന്ത്രിയും
ഒരു നിമിഷം പോലും ആലോചിക്കാതെ കേരളത്തോട് മാപ്പ് പറഞ്ഞ് ആ സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത്.